ഗുഡ് മോർണിംഗ് എവരിവൺ. ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. ഇന്ന് ക്ലാസ് പോകാൻ പറ്റിയില്ല. ഞാൻ മാത്സ് എന്ന് വിളിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഇവരെ ഇപ്പം എൻ്റെ കൂടെ കിടക്കുമായിരുന്നു കുറച്ച് നേരം. അപ്പോൾ അലാറം ഞാൻ വെച്ചു, പക്ഷേ കേട്ടില്ല. പിന്നെ 6 മണിക്ക് ഇടിച്ചു, പിന്നെ ലേറ്റായി, പിന്നെ എഴുന്നേറ്റില്ല. പിന്നെ 8 മണിച്ചപ്പം എഴുന്നേറ്റു. അപ്പോൾ സമയം 8:30. പിന്നെ ഞാൻ ഇന്നലെ കസിൻസിനൊന്നും പറഞ്ഞില്ല. അപ്പം കസിൻസ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ലേറ്റായിട്ട് കടന്ന് പിന്നെ അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നാളെ എന്തായാലും പോകും. നാളെ അതിന് എക്സ്ക്യൂസ് ഇല്ല. ഇന്ന് എല്ലാവരും അതിൻ്റെ ഒരു ബാഡുണ്ട്. ബട്ട് ഡസൻറ്റ് മാറ്റർ. നാളെ എന്തായാലും പോകും. നാളെ ജിമ്മിലും പോകും, എന്തായാലും ക്ലാസ്സിന് പോകും. പിന്നെ ഇനി ആസ് യൂഷ്വൽ ബൈബിൾ വായിക്കും, മീൽസ് എടുക്കും, ക്ലാസ്, പിന്നെ ബ്രേക്ക്, അങ്ങനെ വർക്കൗട്ട്, അങ്ങനെയാണ് കാര്യം. പിന്നെ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് തിങ് എനിക്ക് ഞാൻ പറഞ്ഞു വരുന്നു, ഓൾറെഡി ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രൂഫ് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ വ്യൂസിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിലും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് മോസ്റ്റ് ഓഫ് ദ ഹാപ്പിയസ്റ്റ് തിങ് കിട്ടി, ഐ ഗോട്ട് 3 സബ്സ്ക്രൈബേഴ്സ്. അത് വിത്തൗട്ട് ഐ ഡിഡ്ന്റ് സേ ടു എനി വൺ. ബട്ട് നിങ്ങൾ കണ്ടതിൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ ഐ എം സോ ഹാപ്പി. ലവ് യു മാൻ, ലവ് യു വൺ. സന്തോഷമായിട്ടുള്ളൂ. പിന്നെ അങ്ങനെയാണ്. അപ്പം കൂടുതൽ ഞാൻ വലിച്ചെത്തുന്നില്ല, ഇനി കാര്യങ്ങൾ നടക്കാം. ഓക്കെ, ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഫുഡ് കഴിച്ചു, തിരിച്ചു വന്നു. എടുക്കാൻ പറ്റിയില്ല, കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. 4 മുട്ടയും മുരയത്തേക്ക് കഴിച്ചുള്ളൂ. വേറെ പിന്നെ ചപ്പാത്തി ഉണ്ട്, പക്ഷേ പിന്നെ ആയിട്ട് വേറെ ഒന്നും ഇല്ലായിരുന്നു. ഒരു ചുണ്ടിൽ ഭയങ്കരമായിട്ട് ചൊറിയുന്നു എനിക്ക്. ഞാൻ നോക്കിയില്ല, ബട്ടറങ്ങ് തേച്ച് ചോറ് 2 ദിവസമായിട്ട് കഴിച്ചു കൊടുത്തില്ല. അപ്പം അമ്മ ടെക്നിക്ക് പറഞ്ഞു, ഞാൻ ടെക്നിക്ക് വർക്കാവും നോക്കണം. അങ്ങനെ അപ്പോൾ ഇനി ക്ലാസ് സമയമാറായി. ഇനി ക്ലാസ്, പിന്നെ ഒബിയസ്ലി വെള്ളം റീഫിൽ ചെയ്തിട്ടുണ്ട്. വെള്ളം കുടിക്കുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ക്ലാസ് നാളെ എന്തായാലും എറണാകുളത്ത് പോകണം. അപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. ഇനി മീൽ 2 രാവിലെ കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി മീൽ 2 നന്നായിട്ട് കഴിക്കണം. പിന്നെ വർക്കൗട്ട്, അങ്ങനെ അതാണ് ഇന്നും. നാളെ എന്തായാലും എറണാകുളത്ത് പോകണം. നാളെ സ്പെഷ്യൽ ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ എറണാകുളത്ത് പോകണം. പിന്നെ അതാണ്. ഇപ്പം നമ്മൾ ഡേ 10 ഓൾറെഡി ഓൾമോസ്റ്റ് എത്താറായിരുന്നു. ഡേ 10 കണ്ടിന്യൂസ് അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനൊരു സന്തോഷമുണ്ട്, എക്സൈറ്റഡ് ആണ്. എനിക്ക് മോർ ദാൻ ഡേ 10 ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യാൻ 365 ഡേയ്സ് എനിക്കത് കംപ്ലീറ്റ്. അതെൻ്റെ വിഷൻ, അതാണ് എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു മിഷൻ അത് തന്നെ. അതുപോലെ തന്നെ എനിക്കും കാണുന്ന എല്ലാവർക്കും അതുപോലെ തന്നെയാണ് നല്ലൊരു മിഷൻ, നല്ലൊരു എല്ലാവർക്കും അവരുടെ അംബീഷൻ, അവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഫിസിക്ക് എല്ലാവരും റെഡി ആക്കണം, എല്ലാവരും സെറ്റ് ചെയ്യണം. ഞാൻ അത്രമാത്രം പറയുന്നുള്ളൂ. ഇനി മീൽ 2 എടുക്കണം, കാണാം. ഗൈസ്, ഇതാണ് സെക്കൻഡ് മീൽ. 250 grams റൈസ്, ചീര, ഇത് 26 മുട്ട, പിന്നെ സാലഡ്. എന്താണ് ഡേ ബൈ ഡേ പ്രോട്ടീൻ ഇതൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ഹിറ്റ് ചെയ്യുന്നൊരു പിടിയില്ല. എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പ്രോട്ടീൻ പൗഡറൊപ്പം സുഖമായിരുന്നു. ഇനി നോക്കാം, ഒരു വഴി നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം ഇത് കഴിക്കാം. ഇത് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വൈകുന്നേരം 4 മണിക്ക് വർക്കൗട്ട് കുളിക്കാം. അങ്ങനെ ഞാനിപ്പോൾ റെഡിയായി. ഇനി ജിമ്മിൽ പോകണം. സ്വീറ്റ് പൊട്ടേറ്റോ എടുത്തു, പ്രീ വർക്കൗട്ട് കുടിക്കണം. പിന്നെ ഇന്ന് ലെഗും ഷോൾഡറുമാണ്. അപ്പം ഇപ്പോൾ സമയം എത്രയായി? 5:13 5:14 ഇപ്പോൾ 5:14. അങ്ങനെ ജിമ്മിൽ പോകണം. ഇന്ന് വണ്ടി എടുക്കുന്നില്ല. വണ്ടി എടുക്കാന്ന് വെച്ചാൽ ചേട്ടൻ വണ്ടി കൊണ്ട് പോയിരിക്കുക. അപ്പോൾ ഇനി നടന്നു പോവുക, വർക്കൗട്ട് ചെയ്യുക. അപ്പം വർക്കൗട്ട് വീഡിയോസ് കാണാം. എനിക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും മാക്സിമം ഞാൻ എടുക്കാം. എന്നുവെച്ചാൽ ആൾക്കാരുള്ളപ്പം എനിക്ക് വോയിസ് ഇൻസെക്യൂർഡ് ആവും. അപ്പോൾ എല്ലാം വർക്കൗട്ടാണ്. നമ്മുടെ ചെക്കൻ ജിം റൂട്ട് എവിടെ
സോ എവരി വൺ, ജിമ്മിൽ നിന്ന് വന്നു, കുളിച്ചു, ഫ്രഷായി, ഉച്ചക്കത്തെ വിഷമം മാറി. രാത്രി നല്ലോണം അത്യാവശ്യം കഴിച്ചു. ഷവായ ഉണ്ടായിരുന്നു, ഷവായ ജസ്റ്റ് പീസ് കഴിച്ചു, 2 ചപ്പാത്തിയും പിന്നെ സാലഡും കഴിച്ചു. ഇന്നും അധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല എനിക്ക്. ആകെ ഒരു ലെഗിൻ്റെയും പിന്നെ എനിക്കൊന്ന് ഒരു രണ്ട് ഷോൾഡറിൻ്റെ 2 എടുക്കാൻ പറ്റുള്ളൂ. ബട്ട് സ്റ്റിൽ ദറ്റ് ഡസൻറ്റ് മീൻ ഐ ഡിഡ്ന്റ് വർക്ക്ഡ് ഔട്ട്. ഐ വർക്ക്ഡ് ഔട്ട് വെരി വെൽ. ഞാൻ വീക്ക്ലി 2 പ്രാവശ്യമാണ് എല്ലാം ബോഡി പാർട്സും ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ചെസ്റ്റും ട്രൈസും, അല്ല ബാക്കും ചെസ്റ്റും ട്രൈസുമാണ്. പക്ഷേ ഏതോ ഒരു ദിവസം എനിക്ക് ലീവ് എടുക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ചെസ്റ്റും ട്രൈസും ബാക്കും ബൈസും ലെഗും ഷോൾഡറും അങ്ങനെ എൻ്റെ ഇതുവരെ സ്പ്ലിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഡെയിലി വീക്ക്ലി 2 പ്രാവശ്യം എന്തായാലും ഞാൻ ചെയ്യും. എൻ്റെ എല്ലാം ബോഡി പാർട്സും എല്ലാം ഞാൻ 2 പ്രാവശ്യം ട്രെയിൻ ചെയ്യും. ആക്ച്വലി അത് നല്ലതാണ്, എല്ലാവരും അത് ചെയ്യണം. ചിലപ്പോൾ ഒരു പാട്ട് ചെയ്യും, പിന്നെ ഓരോ ദിവസം ഓരോ പാട്ട്, പിന്നെ ഞാൻ ഇന്ന് ആബ്സെൻറ്റ് ചെയ്തു. കാർഡിയോ എനിക്കിന്നിപ്പം കുറച്ച് ദിവസം എനിക്കിന്നു തിങ്കളാഴ്ച കൂടി ഞാൻ കാർഡിയോ ചെയ്തിട്ടില്ല. നാളെ എന്തായാലും ചെയ്യണം. തിങ്കളാഴ്ച ചെയ്തത്, പിന്നെ ചെയ്തില്ല. നാളെ എന്തായാലും എനിക്ക് ചെയ്യണം. അപ്പം അത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും വർക്കൗട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻസ് ഇഫ് യു വർക്ക്ഡ് ഔട്ട് ഓർ നോട്ട്. എനിക്ക് ഇതിലായിട്ട് കമൻസ് വന്നിട്ട് ഡസൻറ്റ് മാറ്റർ, ബട്ട് വന്നാൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും. സോ അത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നാളെ എന്തായാലും എറണാകുളത്ത് പോകണം. എന്തായാലും അതിന് കോംപ്രമൈസ് ഇല്ല. നാളെ എന്തായാലും പോകണം, ക്ലാസ്സിൽ പോകണം. അങ്ങനെ ഇതിലായിട്ട് പോകുന്നു. അപ്പം ഓക്കെ, കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ വിചാരിക്കുന്നു. അപ്പം സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഫിറ്റ്. എല്ലാവരും ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക, നല്ലോണം വെള്ളം കുടിക്കുക. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. നാളെ കാണാം. ഗുഡ് നൈറ്റ്.